സനാതനധർമ്മം അതിൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ്. ഒന്ന്, ധർമ്മം സനാതനമാകുമ്പോൾ പിന്നെ അതിൻ്റെ പ്രസക്തിയെപ്പറ്റി അല്പം പോലും സംശയിക്കേണ്ടതില്ല. എന്നിട്ടും അങ്ങനൊരു ശങ്ക വരാനുള്ള കാരണം ഒന്നുകിൽ ധർമ്മത്തിൽ ധർമ്മേതരങ്ങളായ ചിന്തകൾ കടന്നു വന്നിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ധർമ്മം സനാതനമാണെന്ന് പറയുന്നത് തെറ്റായിരിക്കണം. സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് ശരിയാണെങ്കിൽ അത് കാലാതീതമായി പ്രസക്തമായിട്ടുള്ള ഒന്നാണ്, അത് കാലികമല്ല. കാലാതീതമായ ഒന്നിനെ മാത്രമാണ് സനാതനം, നിത്യം, ശാശ്വതം, അനശ്വരം എന്ന പദങ്ങളിലൊക്കെ പറയുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ സനാതന ആശയങ്ങൾക്ക് ലോപം വരികയും ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ, ദുർബലന്മാരെയും അജിതേന്ദ്രിയന്മാരെയും പ്രാപിക്കുക വഴി സനാതനമായ ധർമ്മത്തിന് ലോപം വരികയും അതേ സമയത്തു തന്നെ ആ ലോപം വന്നതിനെ ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും പിന്തുടരുന്നതിനെ അവരുടെ പൂർവികർ പിന്തുടർന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെങ്കിലും പാരമ്പര്യം കൊണ്ട് അതിനെ തന്നെ സനാതനമെന്ന് വിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല. ഇന്ന് ഹിന്ദുക്കൾ ഇന്നത്തെ നിലയിൽ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് സനാതനമല്ല എന്ന് അവർക്കു തന്നെ ബോധ്യമാവുന്നു എങ്കിൽ ഈ ശങ്ക അവരുടെ ഉള്ളിലും ഒപ്പം അതിനെ എതിർത്താൽ സനാതനമായിട്ടുള്ളതിനെയാണ് എതിർക്കുന്നത് എന്ന് തോന്നിപ്പിക്കുവാൻ മറ്റുള്ളവർക്കും ഇടയുണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യത്തെ അവലംബിച്ച് ധർമ്മം സനാതനമാണെങ്കിൽ അതെന്താണ്, അതിന് പരിണാമം വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ആദ്യം ഉചിതമാണ്. രണ്ട്, പരിണാമം വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന പരിണാമം എത്രത്തോളം സനാതനത്വത്തിന് വിരുദ്ധമാണ്. മൂന്ന്, ഈ വിരുദ്ധാശയങ്ങളെ വച്ചുകൊണ്ട് സനാതനധർമ്മത്തെക്കുറിച്ച് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാവില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതാണ് ഉചിതം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ആ വഴിയെ പോകാം. നിലവിൽ ഇന്ന് ആചരിക്കുന്ന ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങുന്ന ലോകം സനാതനമാണോ അതല്ല വളരെ ഉയർന്ന തലം മുതൽ താഴ്ന്ന തലം വരെ ഒട്ടേറെ പരിണാമം വന്നു കഴിഞ്ഞുവോ, അതിന് സ്വീകരിച്ച മാനദണ്ഡങ്ങൾ സനാതനധർമ്മത്തിനകത്തുനിന്ന് ഉണ്ടായവയാണോ അതല്ല പുറത്തുനിന്ന് വന്ന കലർപ്പാണോ? ഇത്രയും കാര്യങ്ങൾ ആദ്യം അന്വേഷിക്കുക. അത് കഴിഞ്ഞ് ശരിയായ സനാതനധർമ്മ ആശയങ്ങൾ എന്തെന്ന് അപഗ്രഥിക്കുക.
ഇതാണ് കരണീയം. നിങ്ങൾക്ക് മനസ്സിലാകും എന്നുണ്ടെങ്കിൽ സഗൗരവം വിഷയത്തിലേക്ക് കടക്കാം. പറയാതെ ഞാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ടാകുമെന്നാണ് എൻ്റെ ധാരണ. ഒന്ന്, ധർമ്മത്തെ ഈശ്വരനോട് ബന്ധപ്പെടുത്തിയാണ് ഇന്നുള്ളവർ വ്യവഹരിക്കുന്നത്. ഈശ്വരനെ നിർവചിച്ചിട്ടാണ് അങ്ങനൊരു വ്യവഹാരമെങ്കിൽ കൊള്ളാം. പക്ഷെ ഇന്ന് ഹിന്ദുക്കൾ വ്യക്തമായ ഒരു ഈശ്വര നിർവചനത്തിലൂടെയല്ല ധർമ്മത്തെ ഈശ്വരനോട് ബന്ധിപ്പിക്കുന്നത്. ഒന്നാമത്, സനാതനധർമ്മത്തിൻ്റെ ശ്രൗതഗ്രന്ഥങ്ങളൊന്നും സനാതനധർമ്മികളെന്നറിയപ്പെടുന്ന ഹിന്ദുക്കൾക്ക് ഔപചാരികമായോ അനൗപചാരികമായോ പഠിക്കാനില്ല, പഠിപ്പിക്കുന്നില്ല, പഠിക്കാൻ താല്പര്യവുമില്ല. ഇത്രയും കാര്യം ഒരച്ഛൻ മകന് സാമ്പ്രദായികമായി പറഞ്ഞു കൊടുക്കേണ്ടുന്ന സനാതന ധർമ്മം അനൗപചാരികമായി ജീവിതത്തിൽ വളരുന്നുവെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സനാതനധർമ്മ ആചാര അനുഷ്ഠാനങ്ങളും കൗടുംബികമായി ആധുനിക കാലത്തെ ഹൈന്ദവ കുടുംബങ്ങളിൽ ഇല്ല. ജാതി സംഘടനകളും മതപരങ്ങളായ സംഘങ്ങളും ഹൈന്ദവ സാമൂഹിക രംഗത്ത് ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രൂപാന്തരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിലും വൈയക്തികതയിലും കൗടുംബികതയിലും സനാതനധർമ്മ ആശയങ്ങളോ സനാതനധർമ്മ അനുഷ്ഠാനങ്ങളോ വ്യക്തതയോടുകൂടി വേണം എന്ന ആഗ്രഹമോ അതിനനുസരിച്ചുള്ള ഒരു ജീവിതക്രമമോ ഹിന്ദുക്കളുടെ ഇടയിൽ ഇല്ല എന്നാണ് ഞാൻ അറിയുന്നത്. വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യം, നിങ്ങൾ അത് പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഒന്ന് പറയുകയും വേണം. കാരണം നിങ്ങൾ പ്രായമുള്ളവരാണ്, പ്രായപൂർത്തി വോട്ടവകാശമുള്ളവരാണ്, രണ്ടുപേരൊഴിച്ച് എല്ലാവരും. ആ നിലയിൽ നിങ്ങൾക്ക് കൃത്യമായ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഷ്ഠേയങ്ങളും അനുഷ്ഠാനപൂർവകങ്ങളുമായിരിക്കുന്ന തഥ്യകൾ ഔപനിഷദികങ്ങളും വൈദികങ്ങളും, അതായത് ശ്രൗതങ്ങളും സ്മാർത്തങ്ങളും ആയിരിക്കുന്ന കാര്യങ്ങൾ അവ അങ്ങനൊന്നും പഠിക്കുന്നില്ലെന്നാണ് എൻ്റെ ധാരണ. അനൗപചാരികമായി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വെളിയിൽ ഹൈന്ദവ സനാതന ധർമ്മത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിൽ ക്രഷ്, LKG, UKG അങ്ങനെ ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ പോകുമ്പോൾ അവിടുത്തെ സിലബസുകളിലോ അവിടുത്തെ പഠനങ്ങളിലോ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഒരു 10-25 കൊല്ലം വരെ ഒരു തുടർ വിദ്യാഭ്യാസം എന്ന നിലയിൽ, ബ്രിട്ടന്റെ ഭരണകാലത്തെ തുടർ വിദ്യാഭ്യാസം എന്ന നിലയിൽ, ബ്രിട്ടൻ തുടങ്ങിയത് ബ്രിട്ടൻ വരുന്നതിന് മുമ്പുള്ള വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ മലയാള സംസ്കൃത ഭാഷാ വിഷയങ്ങളിലെങ്കിലും അല്പമാത്രമായ സനാതനധർമ്മ ചരിത്രവും അല്പമാത്രമായ ആധ്യാത്മിക പുരുഷന്മാരുടെ ജീവചരിത്രവും അതിനോടനുബന്ധിച്ചുള്ള ചില്ലറ അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ആധുനിക സിലബസുകളിൽ അവ അല്പം പോലുമില്ലെന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസത്തിലും നിങ്ങൾക്ക് ഇവ ലഭിക്കാൻ സാധ്യതകളില്ല. എന്നിട്ടും നിങ്ങൾ പഠിക്കാത്തതും ഉൾക്കൊള്ളാത്തതും കേൾക്കാത്തതുമായ ഏതോ ഒരു ധർമ്മത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു
എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വൈകല്യം. എനിക്കറിയാത്തതും എനിക്ക് അനുഷ്ഠിക്കാനാവാത്തതും ഞാൻ ഉൾക്കൊള്ളാത്തതുമായ ഒന്നിൽ അഭിമാനം കൊള്ളുമ്പോൾ എൻ്റെ ദുരഭിമാനം ഒട്ടേറെ വിനാശങ്ങൾക്ക് കാരണമായി തീരും. അതിനെയാണ് നിങ്ങൾ സനാതനധർമ്മം എന്ന് പേരിട്ട് വിളിക്കുന്നതെങ്കിൽ അതിന് കാലികമായി പോലും പ്രസക്തി ഇല്ലാത്തതാണ്. പിന്നല്ലേ കാലാതീതമായി പ്രസക്തി ഉണ്ടാവുക. ഇനി നിങ്ങൾ അനുഷ്ഠിക്കുന്ന സാമൂഹികതയിൽ ഈശ്വരൻ എന്ന പേരിൽ നിങ്ങൾക്ക് വ്യക്തമായ നിർവചനങ്ങൾ ലഭിക്കാതെ ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളെ എടുത്താൽ ആധുനിക ഹൈന്ദവ ധർമ്മത്തിൽ ഉയർകൊണ്ടുവന്നിട്ടുള്ള ആധ്യാത്മികതയ്ക്ക് വൈദിക പാരമ്പര്യം അവകാശപ്പെടാൻ ആവില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പാരമ്പര്യ പ്രസക്തി അല്പം പോലുമില്ല എന്നുള്ളതാണ് സത്യം. ഹൈന്ദവധർമ്മത്തിന് കീഴിലുണ്ടായിട്ടുള്ള ആധുനിക കാലത്തെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ, ജാതി പ്രസ്ഥാനങ്ങൾ, അനുഷ്ഠാന പ്രസ്ഥാനങ്ങൾ, ആചാരരീതികൾ, അവ ശ്രുതിയുടെയും യുക്തിയുടെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലോ ശ്രൗത സ്മാർത്ത നിയമങ്ങളുടെ വെളിച്ചത്തിലോ അപഗ്രഥിക്കുവാൻ നിഷ്പക്ഷനായ ഒരുവൻ തയ്യാറായാൽ അവയ്ക്കൊന്നിനും സനാതനധർമ്മത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിലനിൽപ്പില്ല എന്നത് 100% വസ്തുതയാണ്. നിങ്ങളുടെ മതാഭിമാനം, നിങ്ങളുടെ ജാത്യഭിമാനം, നിങ്ങളുടെ വർഗാഭിമാനം, ഇവയൊക്കെ പ്രാചീനമായ സനാതനധർമ്മം പറയുന്ന ശ്രൗത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, ശ്രൗത നിയമങ്ങളിൽ ജാതിയും നീതിയും കുലവും ഗോത്രവും എല്ലാം അകലെയാണ്. ഏകമായ ജീവനെ ആസ്പദമാക്കിയാണ് സനാതനധർമ്മം നിലകൊള്ളുന്നതെങ്കിൽ എവിടെ വെച്ച് മനുഷ്യനെ വർഗീകരിക്കുന്നുവോ, തൊഴിലിനല്ലാതെ, ക്രമിക വികാസത്തിന് അല്ലാതെ, വ്യക്തി ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക്, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കൊക്കെ വളരുന്നത് സ്വാഭാവികമാണ്. മനസ്സിലായില്ല? സ്വാഭാവികമായ വളർച്ചയിൽ ഒരുവന്റെ പാഠ്യകാലവും ഒരുവന്റെ ഗൃഹസ്ഥധർമ്മവും ഒരുവന്റെ ഗാർഹസ്ഥ്യം തൃപ്തികരമായി തീർന്ന് തന്നിലേക്ക് തന്നെ തിരിയുന്ന കാലവും യോഗാരൂഢനായി ലോകത്തോട് വിട പറയുന്ന കാലവും സ്വാഭാവികമായ വികാസം ആ വ്യക്തിയുടെ. അമ്മാതിരി ഒരു കാലഘട്ടത്തെ അവലംബിച്ച് വ്യക്തികളെ ഒരു സമൂഹ ഘടനയ്ക്കുള്ളിൽ ഉത്തമ ജീവിതം നയിക്കുവാൻ വർഗീകരിക്കുന്നതോ സംസ്കാരമുണ്ടാക്കുന്ന തൊഴിലുകൾ ചെയ്യുമ്പോൾ ആ തൊഴിലിന് ആർജവവും അനുഭവവും കൂടുന്നതിന് തൊഴിൽപരമായ വർഗീകരണം നടത്തുന്നതോ ന്യായമാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഇതര രീതിയിലുള്ള എല്ലാ വർഗീകരണങ്ങളും സനാതനധർമ്മത്തിന് വിരുദ്ധവും ധർമ്മലോപം വരുന്നതും അധർമ്മങ്ങളെ ധർമ്മമായി തെറ്റിദ്ധരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. പക്ഷെ ഇന്ന് ഈ ധർമ്മത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വ്യക്തികളിൽ അന്തർലീനമായിരിക്കുന്ന സംസ്കാരവും ചോദനയും ഇതിന് വിപരീതങ്ങളായ ജാതീയവും മതപരവും വർഗപരവും വർണ്ണപരവുമായ ചിന്തകൾ മാത്രമാണ്. അവയൊന്നും സനാതനമല്ല. മൂന്നാം ഭാഗം സനാതനധർമ്മത്തിന്റെ ഈ പരിണാമം വ്യക്തമായ നിർവചനമില്ലാതെ ഈശ്വരനെ അന്വേഷിക്കുന്ന ഭാഗമാണ്. അതിൽ നിങ്ങളിന്ന് അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ക്ഷേത്രാരാധന ഉൾപ്പെടെയുള്ള ആരാധനാക്രമങ്ങൾ സനാതനധർമ്മത്തിന്റെ തീട്ടൂരത്തിൽ പെടുന്നതല്ല. ആധുനിക രീതിയ ആധുനിക ഹിന്ദുക്കൾ
അവരുടെ ജനിതകപരമായി, അവരുടെ ജീവിതപരമായി സമ്മതമല്ലാത്ത ഒന്നിനെയാണ് സനാതനധർമ്മമെന്ന് വിളിച്ച് ക്ഷേത്രാരാധനയായി ഇന്ന് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങളോടുകൂടി അനുഷ്ഠാന ലോകം തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ അവസാനത്തതും നിങ്ങൾ സമ്മതിക്കുന്നുവോ? പ്രായണ ഹിന്ദുക്കൾ ഇന്ന് ജീവിക്കുന്നത് മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്ത കുടുംബരീതികളും ഒപ്പം കുറച്ച് മൃഗതൃഷ്ണകളും ചേർത്ത് വെച്ച് മാത്രമാണ്. വൈദിക രീതിയുടെ അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ ഒന്നുപോലും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനൊരു അപവാദമായി നിലനിന്നിരുന്നത് ബ്രാഹ്മണ സമൂഹങ്ങളാണ്. ഷോഡശ സംസ്കാരങ്ങൾ അവരെങ്കിലും സമീപകാലം വരെ നിലനിർത്തിയിരുന്നു. ഇന്ന് അവരും നിലനിർത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ പലതിനെയും തെറ്റായെടുത്ത് ആചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ആധുനിക കാലത്തിലേക്ക് മൊഴിമാറ്റം നടത്തി ആചരിക്കുമ്പോൾ ആധുനിക ജീവിതക്രമത്തിനനുസരിച്ച് അതിനെ ചടങ്ങുകളാക്കി മാറ്റി അവതരിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അതൊരു സംഘടിത ശ്രമമായി വളർന്നു വരുന്നു. അതിൻ്റെ ആർജവവും ആനന്ദവും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഗാർഹിക അനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത. ഭാരതീയ കുടുംബം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമധർമ്മങ്ങളും തൊഴിൽപരമായി ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന 4 തൊഴിൽ ധർമ്മങ്ങളെ ആസ്പദമാക്കിയുള്ള വർണ്ണധർമ്മങ്ങളും നിലനിന്നു പോന്ന ഒരു സംസ്കൃതിയിൽ ഏതാണ്ട് 10-12 വയസ്സിൽ നടന്ന വിവാഹങ്ങളിൽ ഒരാളിൻ്റെ കുടുംബജീവിതം 12 വയസ്സ് മുതൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം തുടങ്ങിയാൽ, കുടുംബജീവിതം തുടങ്ങിയാൽ, വൈദിക ആശിസ് അനുസരിച്ച് 100 കൊല്ലവും, ആശിസ് അനുസരിച്ചല്ല എങ്കിൽ തന്നെ നിങ്ങളിലെ തല നരച്ചവർ, അവർക്ക് പ്രായമായതാണെങ്കിൽ 10 പേര് നിശ്ചയമായി ഇരിപ്പുണ്ട്. നര പ്രകടമായി കാണാവുന്നവർ, അവരുടെ അടുത്ത് പ്രായമുള്ള പ്രകടിപ്പിക്കാതിരിക്കുന്നവരെ കൂടെ ചേർത്താൽ 15 പേര് വരും. എൻ്റെ എണ്ണം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി നോക്കാം. എണ്ണമൊന്നും തെറ്റുകയില്ല, നിങ്ങൾക്ക് എണ്ണി തന്നെ നോക്കാം. എണ്ണമൊക്കെ വളരെ കറക്റ്റാണ്. 33 പേരിരിക്കുന്ന ഓഡിയൻസിൽ അത്രയും പേരുള്ള, ഞാൻ ഉൾപ്പെടെയാണ് പറഞ്ഞത്, ഓഡിയൻസിൽ 15 പേരോളം പ്രായമുള്ളവർ അവരെ എടുത്താൽ അവരുടെ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ ഏതു കുടുംബത്തിലും സ്ത്രീകൾ 100 വയസ്സിനു മേൽ ജീവിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അവരുടെ കുട്ടിക്കാലത്ത് അമ്മയെ ഓർമ്മയുണ്ടാവും, അമ്മയുടെ അമ്മയെ നിശ്ചയമായും ഓർമ്മയുണ്ടാവും, പലപ്പോഴും അതിൻ്റെ അമ്മയോടൊപ്പം ജീവിച്ചിട്ടുമുണ്ടാവും, അയൽവക്കത്തും അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും ഭർത്താവും ഭാര്യയുമായി വഴക്കുണ്ടാക്കുന്നതും അടിക്കുന്നതും ഇറങ്ങിപ്പോകുന്നതും ബഹളം വെക്കുന്നതും കുട്ടികളായ അവർ കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ അച്ഛനും അമ്മയും ഇണചേരുന്നത്, ശൃംഗരിക്കുന്നത്, പ്രേമപ്രഹർഷം കാണിക്കുന്നത് അവർ കണ്ടിട്ടുണ്ടാവില്ല. അതിനവരെ പ്രേരിപ്പിച്ച അച്ചടക്കം ഏതായിരുന്നു? ഈ ഇരിക്കുന്നവരിലെ ആ പ്രായം ചെന്നവരുടെ ഒരു 12 വയസ്സുവരെ പറ നൽകുന്നതിനോ
പുതുതായി എന്തെങ്കിലും ഉണ്ടായാൽ അതുകൊണ്ടുപോയി സമർപ്പിക്കുന്നതിനോ ഒക്കെ അല്ലാതെ ഒരാരാധന എന്ന നിലയിൽ ക്ഷേത്രത്തിൽ പോകുന്നത് കണ്ടിട്ടുള്ള ആരും ഉണ്ടാവില്ല. വച്ചുപൂജകളുള്ള അപൂർവം കുടുംബങ്ങളെ മാറ്റി നിർത്തിയാൽ ഒരു വീടിനെങ്കിലും ആ സംസ്കൃതിയിൽ പൂജാമുറികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുമ്പോൾ വയ്ക്കുന്ന പൂജാമുറി സനാതനധർമ്മത്തിൻ്റെതാണ് എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. ഇന്ന് പൂജാമുറി വേണമെന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും സങ്കല്പങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കുകയും വേണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ എതിർക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വെറുതെ തലകുലിക്കണ്ട. ഞാൻ ആ ചൂണ്ടിക്കാണിച്ച പ്രായമുള്ളവർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞത് തെറ്റിയാൽ എതിർക്കാം. ചുറ്റും കണ്ടതിൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞത് തെറ്റിയാൽ എതിർക്കാം. അതുവരെ നിലനിന്നിരുന്ന ജീവിതത്തെ എഴുതി വെച്ച അന്നത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്നോട് എതിർക്കാം. അതിനുശേഷം എഴുതിയ ഗ്രന്ഥങ്ങളെയോ അതിനുശേഷമുള്ള അനുഭവങ്ങളെയോ വച്ചിട്ട് മറുപടി പറയരുത്. അത്ര മാത്രമേ നിർബന്ധമുള്ളൂ. അത് മര്യാദയുമാണെന്നാണ് എൻ്റെ ധാരണ. നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ, നിങ്ങൾ ചുറ്റും കണ്ടത്, നിങ്ങൾ അന്നത്തെ നില വരെ എഴുതി പിടിപ്പിച്ച സദ്ഗ്രന്ഥങ്ങളോ അല്ലാത്ത ഗ്രന്ഥങ്ങളോ വിമർശന ഗ്രന്ഥങ്ങളോ ഉൾപ്പെടെ വായിച്ചതിൻ്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് എതിർത്ത് പറയാം. എൻ്റെ അറിവിൽ ഒരു 40 കൊല്ലം മുമ്പുള്ള ഹിന്ദുക്കളുടെ കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന ഈ രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. വ്യത്യസ്ത ജാതികൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ ഊഹിക്കുന്നത് തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഹൈന്ദവ ധർമ്മത്തിലെ ഏത് ജാതിയിലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പറയാം. ഓലയിൽ എഴുതി വെച്ചില്ലെന്നോ ദേഹിമാത്മ്യമില്ലെന്നോ പുരാണങ്ങൾ എഴുതി വെച്ചിരുന്നില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അന്നത്തെ ജീവിതക്രമവും ഇന്നത്തെ ജീവിതക്രമവുമായി നിങ്ങൾ താരതമ്യം ചെയ്താൽ നിങ്ങൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ദൈവീയ സമ്പ്രദായങ്ങൾ ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ വച്ചുള്ള ആരാധനയ്ക്കപ്പുറം വീടുകളിലേക്ക് ഈ വിഗ്രഹങ്ങൾ എത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ന് തന്നെയുമല്ല, ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പുതുതായി ഉണ്ടാകുന്ന തേങ്ങയോ മാങ്ങയോ കൊണ്ട കൊടുക്കാൻ, പറ നിറയ്ക്കാൻ ഒക്കെ പോകുന്നതല്ലാതെ ഒരു നിത്യ ആരാധനയ്ക്കുള്ള സ്ഥലമായി നിങ്ങളുടെ കുട്ടിക്കാലത്ത്, ആ പ്രായം ചെന്നവരുടെ കുട്ടിക്കാലത്ത് ക്ഷേത്രങ്ങൾ വികസിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുവരെ നിലനിന്നിരുന്ന ചരിത്രപ്രകാരം ക്ഷേത്രത്തിൽ ഹൈന്ദവരായ ആളുകൾക്ക് തന്നെ പ്രവേശനമുണ്ടായിരുന്നില്ല. ഇന്നും നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികളെയും എടുത്താൽ പ്രശ്നസങ്കുലമായൊരു ജീവിതക്രമം വരുമ്പോഴോ അധികാരത്തിൻ്റെ തലങ്ങളിലേക്ക് കയറുവാനൊരു വഴിയെന്നോ ഉള്ള നിലയ്ക്കല്ലാതെ ക്ഷേത്രഭരണത്തിലും ക്ഷേത്രാരാധനയിലും പങ്കെടുക്കുവാനും നിത്യമായി ക്ഷേത്രോപവാസം ചെയ്യുവാനും തൽപരരല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിങ്ങളുടെ ജനിതകത്തിൽ ക്ഷേത്രാരാധനയുണ്ടെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് ഏറെ താമസിയാതെ ക്ഷേത്രത്തിൽ പോവുക എന്ന് പറയുന്നത് ഒരു സംസ്കാരമായി മാറേണ്ടതും എന്തെല്ലാം സംഭവിച്ചാലും ക്ഷേത്രം വിടാതിരിക്കേണ്ടതുമാണ്. ക്ഷേത്രം കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി മുതലായവരായി കമ്മിറ്റി അംഗങ്ങളായവരും അവരുടെ ഭാര്യമാരും പിള്ളേരുമായി ചെന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയവരും പോലും ഒരു
പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു മടിയുമില്ലാതെ ക്ഷേത്രത്തിന് വിരുദ്ധമാവുകയും പിന്നീട് അവിടെ പോകാതിരിക്കുകയും അത് തകർക്കാൻ ആസൂത്രണം ചെയ്യുകയും ചെയ്യാൻ തക്കവണ്ണം ജനിതക വൈപരീത്യമുള്ളവരാണ് കേരളത്തിലെ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾ. ഏത് കല്ല് പ്രതിഷ്ഠിച്ച കാവായാലും ഏത് തരത്തിലുള്ള പ്രതിഷ്ഠയായാലും ഏത് തരത്തിലുള്ള ആരാധനാ സമ്പ്രദായമായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നിങ്ങൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസ്കൃതിക്കകത്ത് ആരാധന എന്ന അംശത്തിൽ ഇതുണ്ടെങ്കിൽ അതിനോടുള്ള അനുഭാവം മാറിപ്പോകരുതാത്തതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വെച്ച് പൂജിക്കുന്ന അപൂർവം വീടുകൾ എടുത്താൽ അത് ആ വീട്ടിലെ കാരണവർ എന്നുള്ള നിലയിൽ ഒരാൾ ചെയ്തു പോരുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് അപ്പുറം ആ വീടിൻ്റെ ഒരു ചടങ്ങായി മാറുകയോ ബാക്കിയുള്ളവരെല്ലാം അതിൽ നിഷ്ഠാപൂർവം പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായി കണ്ടിരുന്നുവോ നിങ്ങളുടെ കുട്ടിക്കാലമെന്ന് ആലോചിക്കുക. അയാൾ മരിക്കാറാവുമ്പോൾ അതിൽപ്പെട്ട മറ്റൊരാളെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ അയാൾ തുടരുന്നു എന്നല്ലാതെ ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങളുടെയും ഒരു രീതിവിധാനമായി അതിനെ കാണാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ നിങ്ങളുടെ ജനിതകങ്ങളിലേക്ക് ഒരു ഈശ്വര ആരാധന പാരമ്പര്യ സമ്മിളിതമായി തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിനത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ കൂടുന്ന നിങ്ങളുടെ ഗ്രാമക്ഷേത്രങ്ങളോ നഗരക്ഷേത്രങ്ങളോ ഏതെങ്കിലും ഒന്ന് ഉള്ളതായി പറയാമോ? ആഡംബരങ്ങളുള്ള ക്ഷേത്രങ്ങളിലേക്ക് അകലെ നിന്ന് ധാരാളം ആളുകൾ ടൂറിസം എന്ന പേരിലോ മറ്റു പല നേട്ടങ്ങളുടെയും പേരിലോ മറ്റു വല്ലതുമൊക്കെ ഉണ്ടാക്കാനോ വേണ്ടി യാത്ര ചെയ്യുന്നതിനെ മാറ്റി നിർത്തിയാൽ ഇന്നും നിങ്ങളുടെ ക്ഷേത്രാരാധന സജീവവും സമ്പൂർണവും സമഗ്രവുമാണോ? എവിടെ പോയാലും അവരുടെ ജനിതകത്തിനകത്ത് കിടക്കുന്നത് മാറൂല. നിങ്ങളുടെ ജനിതകത്തിനകത്ത് ക്ഷേത്രാരാധന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ആരാധിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഇടക്കാലത്ത് വെച്ച് ചില വല്യമ്മമാർ വൈതാളിക ഘട്ടത്തിൽ തൊഴുതു തുടങ്ങിയാൽ അവർ തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ശേഷം ഒരു 35-38 വയസ്സിന് ശേഷം ഏതെങ്കിലും പ്രശ്നം കൊണ്ട് സങ്കീർണമായി ആരാധിക്കാൻ തുടങ്ങിയ ഒരു സ്ത്രീ ആരാധന തുടങ്ങിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞ് അമ്മയെ പിന്തുടരുമ്പോൾ അതിനു മുമ്പുള്ള കുഞ്ഞുങ്ങൾ അതിനെ എതിർക്കുന്നതായാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ കാണുന്നത്. അത്ര കണ്ട് സ്വാധീനം ജനിതകങ്ങളിൽ കയറിക്കൂടുമെങ്കിൽ നിങ്ങളുടെ പൂർവികരെല്ലാം ആരാധിച്ചതാണ് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്ര കവാടങ്ങളുമെങ്കിൽ ഹിന്ദുക്കൾ എത്രത്തോളം എത്തേണ്ടതാണ് ഈ ക്ഷേത്രങ്ങളിൽ? ഫസ്റ്റ് ജനിതകം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇന്ന് നിങ്ങളിവിടെ വന്നു ഈ പരിപാടിക്ക്, വൈക്കത്താണ് വന്നിരിക്കുന്നത്, പല ദേശങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ശരിയല്ല. ഇവിടെയുള്ളവർ 10-ൽ താഴെയേ ഉള്ളൂ ഈ നാട്ടുകാർ. ബാക്കി മുഴുവൻ നിങ്ങൾ വെളിയിൽ നിന്ന് വന്നവരാ. ചിലര് 300ഓളം കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നവരാ. ഒരു 6 പേരെങ്കിലും. ഈ 300ഓളം കിലോമീറ്റർ അകലെ നിന്ന് വന്നിട്ട് പോലും ഈ ക്ലാസ്സിലേക്ക് നേരിട്ട് കയറി വരണം, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നല്ലാതെ അവിടെ ഒരു വൈക്കത്തപ്പനുണ്ടെന്നും ഒരു പ്രാചീന ക്ഷേത്രമാണെന്നും പണ്ട് കണ്ടിട്ടില്ലെന്നും തോന്നിയിട്ട് രാവിലെ പോയി ആ ക്ഷേത്രക്കുളത്തിലിറങ്ങി കുളിച്ച് ഈറനുടുത്ത് ആ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുത് എല്ലാം ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് എത്ര ഹിന്ദു ഇതിനകത്തിരിപ്പുണ്ട്. കാരണം നിങ്ങളുടെ ജനിതകത്തിനകത്ത് അതില്ല. എൻ്റെ അഭിപ്രായം അതല്ല. അവർക്ക് മുമ്പും ഇതില്ല. അവർക്ക് മുമ്പും ഇതില്ല. ബ്രിട്ടീഷുകാരോ മറ്റുള്ളവരോ എതിർത്താൽ ജനിതക സംസ്കൃതി ഇരട്ടി ശക്തിയോടെ ഉണർന്നു വരേണ്ടതാണ്. ലോകത്തിലേത് ജനിതക ആരാധനാ സമ്പ്രദായങ്ങളും എതിർക്കും തോറും വളർന്നതല്ലാതെ തളർന്നതായി ചരിത്രത്തിലില്ല. എതിർപ്പ് പ്രസ്ഥാനങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും വളർത്തുകയല്ലാതെ തകർക്കാൻ പര്യാപ്തമല്ല. നിങ്ങൾ ഇന്ന് ആരാധനാ സമ്പ്രദായങ്ങൾ തുടങ്ങുന്നു എങ്കിൽ
അത് സെമറ്റിക് സമ്പ്രദായങ്ങളെ പിന്തുടർന്നത് മാത്രമായിരിക്കും. പല ക്ഷേത്രങ്ങളിലും പലതരം ബലികൾ ഇടക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനൊരു ബലി ഒരു സാമൂഹ്യ ആരാധനയുടെയും ഒരു ജനിതക വിശ്വാസത്തിൻ്റെയും പേരിലാണെങ്കിൽ അവയെ മാറ്റിമറിക്കാൻ ഗവൺമെൻറ്റുകൾക്കോ നിയമനിർമ്മാണങ്ങൾക്കോ സാധ്യമല്ല. താൽക്കാലികമായി ചില വൈതാളികന്മാർ കാട്ടിക്കൂട്ടിയത് മാത്രമാണെങ്കിൽ ജനജീവിതം അതിനെതിരാവുകയും ഒരിക്കലും അത് തുടരാൻ പറ്റാതെ വരികയും ചെയ്യും. അതൊക്കെ താൽക്കാലികമായ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ ജനങ്ങളെ സ്വാധീനിച്ച് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ. അത് തെറ്റാണെന്ന് വേറെ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജനങ്ങളെല്ലാം അയാളുടെ കൂടെ കൂടുവാനും ആ ആരാധനാ സമ്പ്രദായങ്ങളെ നിഷേധിക്കുവാനും ജനത തയ്യാറാകുന്നുവെങ്കിൽ അവർക്ക് കൂടി അത് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ ബാക്കി പത്രമാണ്. അതല്ലാതെ പരിഷ്കാരികളായ ആളുകൾ കൊണ്ടുവന്നതുകൊണ്ടല്ല ആ പരിഷ്കാരങ്ങൾ നടപ്പിലായത്. അതിൻ്റെ പേരും പ്രശസ്തിയും പരിഷ്കാരികളായ ആളുകൾക്ക് ലഭിച്ചു എന്ന് വരാം. പക്ഷേ പരിഷ്കാരികളായ ആളുകൾ കൊണ്ടുവരുന്ന നിയമങ്ങളെ ജനങ്ങൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കതിനോട് എതിർപ്പുണ്ടാവണം. മനസ്സിലായില്ല? നിലനിൽക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ മാത്രമാണ് ജനങ്ങൾ അവ നിർത്താൻ പ്രേരണയായിത്തീരുന്നത്. നാട്ടിലെ ഏതൊരു ആരാധനയും ഇന്ന് ജനാധിപത്യം നടക്കുന്ന കാലഘട്ടത്തിൽ പോലും 3/2 ഭൂരിപക്ഷത്തോട് വന്ന ഗവൺമെന്റുകളായാൽ പോലും ധിഷണാശാലികളായ സാമൂഹ്യ പ്രവർത്തകരുടെ നിർലോഭമായ പിന്തുണ ലഭിച്ചാൽ കൂടി ഏതെങ്കിലും മതത്തിന്റെ തെറ്റായ ഒരു ആരാധനയോ ആചാരമോ സാമൂഹ്യദ്രോഹമായിരുന്നാൽ പോലും ആ ജനങ്ങൾ ഒന്നിച്ചാണ് ആരാധിക്കുന്നതെങ്കിൽ നിർത്തിവെക്കാനാവില്ല. തൊട്ടാൽ അവരവിടെ ഉണ്ടാവില്ല. കാരണം അത് ജനങ്ങളുടെ ജനിതകത്തിനകത്ത് കിടക്കുന്ന വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾ ജനിതകപരമായി സ്വീകരിക്കുന്ന അറിവ് നേടുമ്പോൾ അത് ശക്തമാകുന്നു സമൂഹത്തിൽ. മറിച്ച് നിങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ നിങ്ങളുടെ ജനിതകത്തിന്റെ വിശ്വാസ സീമയിലേക്ക് കടന്നിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമാണ്. 2, നിങ്ങളുടെ ക്ഷേത്ര സങ്കേതങ്ങളൊന്നും സാമൂഹ്യ ആരാധനയ്ക്ക് ഉപയുക്തമാകുമാറല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിലേക്ക് എന്നാൽ അതിനൊരു ഗർഭഗൃഹം ഉണ്ടാവും. അത് കയറിയിട്ടുണ്ടോ? ഇല്ല. ഒരു ഗർഭഗൃഹം ഉണ്ടാവും. അതിനു മുമ്പിലൊരു മുഖമണ്ഡപം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു നാലമ്പലം വന്ന് കൂടുന്ന വാതിലിൻ്റെ അവിടെ ആ ശ്രീകോവിലിൻ്റെ നടയെ മറയ്ക്കുമാറ് വളരെ ഉയരമുള്ള ഒരു ബലിക്കല്ലുണ്ടാവും. വളരെ ഉയരമുള്ള ആ ബലിക്കല്ലിന് ഇപ്പുറത്ത് നിന്നാൽ അകത്ത് കത്തുന്ന വിളക്കും ഭഗവത് വിഗ്രഹവുമെല്ലാം പൂർണ്ണശോഭയോടെ കാണാൻ എന്തായാലും പറ്റില്ല. അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നാൽ ഒരു കൊടിമരം ഉണ്ടാവും. കൊടിമരവും അതിൻ്റെ ചുറ്റുമുള്ള തറയും എല്ലാം കൂടെ നിൽക്കുന്നതിന് ഇപ്പുറത്ത് നിന്നാൽ ആ മുൻവശത്തെ മുഖപ്പന്തലിന് മുമ്പിൽ നിന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. പിന്നെയുള്ളത് ഒരു ഗോപുരവാതിലാണ്. അതിന് വെളിയിൽ നിന്ന് എന്ത് കാണാനാണ്? ശ്രീകോവിൽ എന്ന് പറയുന്ന ഗർഭഗൃഹത്തിന്റെ ഏറ്റവും അകത്ത് ഒരു വാതില്, അതിനിപ്പുറത്തൊരു വാതില്, അതിനിപ്പുറത്തൊരു വാതില്, 3 വാതിലുകളോടുകൂടിയ ഗർഭഗൃഹത്തിലെ പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ 2 അറകളുണ്ടാവും. വൈക്കമാണ് ഞാൻ പറയുന്നത്. ചില കലശവും മറ്റും നടക്കുമ്പോൾ മാത്രം അകത്തെ വാതിലുകൾ അടച്ച് അതിൻ്റെ ഇടയിലെല്ലാം ബ്രാഹ്മണർ നിന്ന് തുറക്കേണ്ട സമയത്ത് ഓരോന്നായി തുറന്നു തരും. അല്ലാത്തപ്പോൾ ആ ഒരു വാതിൽ മാത്രമായിരിക്കും നടയടയ്ക്കുമ്പോൾ അടയ്ക്കുന്നത്. അകത്തെ ഗർഭഗൃഹത്തിന്റെ ആദ്യത്തെ വാതിൽ മാത്രം, ബാക്കി തുറന്നായിരിക്കും കിടക്കുന്നത് ദീപാരാധനാ സമയത്തെല്ലാം. അല്ലാതെ വിശേഷ അവസരങ്ങളിൽ 3 വാതിലുകളും അടയ്ക്കും. ഞാൻ പറയുന്നത് കണ്ടിട്ടുള്ളവർ ആരുമില്ല. 3 എണ്ണമാണ് സാധാരണയുള്ളത്. 2 എണ്ണം ഉണ്ടെന്നുള്ളത് സംഭവിക്കുന്നു. ഇനി ആ 2 എണ്ണം എടുത്താൽ തന്നെ ഈ ഇടയിലൂടെ വേണം ഭഗവാനെ നോക്കിക്കാണാൻ.
ഇങ്ങനെ കൃത്യമായൊരു വാതിൽ നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് വെച്ചാൽ അങ്ങേ സൈഡിലേക്കോ ഇങ്ങേ സൈഡിലേക്കോ പോയാൽ അതിനകത്തുള്ള ഒന്നും കാണാൻ പറ്റില്ല. എഗ്രീഡ്. അത്രയും സമ്മതമാണ്. നേരെ മാത്രമേ കാണാൻ പറ്റൂ. മുമ്പിലേക്ക് ഒരു സോപാനം, 2 സോപാന പടികളാണ് വരുന്നത്. ശരിയാണ്. ആ സോപാനപ്പടിക്ക് 2 സൈഡാണ് വരുന്നത്. അതിന് മുമ്പിൽ നടുക്കായിട്ടൊരു ചെറിയ കല്ലുണ്ട്. അത് ചവിട്ടാനും പറ്റില്ല. അതിനും മുഖമണ്ഡപത്തിനും ഇടയിൽ ശരീരത്ത് സ്പർശിക്കാതെ നിന്ന് തൊഴാൻ എത്ര പേർക്ക് പറ്റും? നേരെ നിന്നല്ല, 2 സൈഡിൽ നിന്ന്. സൈഡിൽ നിന്നാൽ എത്ര പേർക്ക് പറ്റുമെന്നാണ് ചോദ്യം. മാക്സിമം 3-6 പേർക്ക് നിൽക്കാം. നല്ല തള്ളലിൽ നിന്നാൽ 3-6 പേർക്ക് നിൽക്കാം. മര്യാദയ്ക്ക് നിന്ന് തൊഴാൻ. ഒരു ഗ്രാമത്തിലെ ജനതയുടെ മുഴുവൻ ആരാധനാ സ്ഥലമാണെങ്കിൽ, അവിടുത്തെ മുഴുവൻ പേരും നിത്യവും വന്ന് ആരാധിച്ചു പോകുന്നതാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് മുഴുവൻ പേർക്കും ആരാധിച്ചു പോകാൻ പറ്റും? എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ക്ഷേത്രത്തിലെ പൂജയും തൊഴാനുള്ള സൗകര്യങ്ങളും ഉള്ളത്? അപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നിങ്ങൾ ആരാധിക്കുവാൻ ഉദ്ദേശിച്ചല്ല. നിങ്ങളുടെ ചരിത്രകാരന്മാരോ നിങ്ങളുടെ പണ്ഡിതന്മാരോ നിങ്ങളുടെ സാഹിത്യ നായകന്മാരോ നിങ്ങളുടെ ബുദ്ധിജീവികളോ നിങ്ങൾ തന്നെയോ ഒരിക്കലും ആലോചിക്കാതെ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒട്ടേറെ തെറ്റായ സങ്കല്പങ്ങളുണ്ട് എന്ന് ആദ്യം നിങ്ങളെ തിരിച്ചറിയിച്ചിട്ട് വേണം സനാതനധർമ്മത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയാൻ. ഒന്ന്, നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് പതിവായി പോയിരുന്നില്ല. പോകുന്നത് നിങ്ങളുടെ ശീലത്തിലില്ല. നിങ്ങൾ പോകാൻ തുടങ്ങിയത് സെമറ്റിക് മതങ്ങൾ ക്ഷേത്രത്തിൽ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പോകുന്നത് കണ്ട് അനുകരിച്ചത് മാത്രമാണ്. അഥവാ മാനസികമായ നിങ്ങളുടെ മതപരിവർത്തനത്തിൻ്റെ ചിഹ്നം മാത്രമാണ് ഇന്നത്തെ നിങ്ങളുടെ ക്ഷേത്രാരാധനകൾ. പേര് മാറാതെ, മത്തായി എന്നും ചാക്കോ എന്നും നിങ്ങളുടെ പേര് മാറാതെ, ഗോപാലനും ശങ്കരനും മാനസികമായി മതം മാറിയതിൻ്റെ തള്ളൽ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ ഇന്ന് കാണുന്നത്. അതിൻ്റെ വൈകാരികതയാണ് അറിവില്ലാതെ നിങ്ങൾ അവിടെ നിന്ന് ഉൾക്കൊള്ളുന്നതും. അനുഭവവിരുദ്ധമായി എന്തെങ്കിലും ഞാൻ പറഞ്ഞുവെങ്കിൽ, സാമ്പ്രദായിക മര്യാദ ലംഘിച്ചു പറഞ്ഞുവെങ്കിൽ, നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകളേ ഉള്ളൂ. നന്നായി പ്രതികരിക്കാം. ആർക്കും ചെന്ന് അവിടെ കയറി പൂജ വരെ ചെയ്യാമെന്നുള്ളത് വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയാണ്. എത്ര കാലമായിട്ടുണ്ടാവും അവയങ്ങനെ ആയിട്ട്? അതാണ് അതിൻ്റെ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. നായർ വരെയുള്ള വിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല തൊഴാനകത്തേക്ക്. ആദ്യം നിങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞുവെങ്കിൽ ഞാനതിൻ്റെ 2ാം ഭാഗത്തേക്ക് കിടക്കാം. അതിനു മുമ്പ് അമ്മ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. നമ്മൾ കേട്ട് അറിഞ്ഞു പോന്നിരിക്കുന്നത് അടുത്ത കാലത്ത്, പൗരാണിക കാലത്തല്ല. വള്ളത്തോളിൻ്റെ കവിതയിലോ മറ്റുള്ളിടത്തോ ഒക്കെ കാണുന്നത് ഈറനായി ചുരുൾത്തുമ്പിൽ കെട്ടിയ കരിങ്കൂന്തൽ കാർനാൽ മറഞ്ഞ നിതംബബിംബത്തോടും ശുഭ്രവസ്ത്ര അലങ്കാര ചേലൊടും വിളങ്ങിനാർ അത്ഭുതാംഗിമാരങ്ങിങ് അപ്സരസ്സുകൾ പോലെ. ഇങ്ങനെയൊക്കെ ചിലർ കവിതയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക കാലത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞവരുടെ 10 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലെ സാഹിത്യവും കലയും മാറ്റിവെച്ചിട്ട് അതുവരെയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളെയും അവരുടെ അനുഭവങ്ങളെയും അവർ കേട്ടു പോന്നവയെയും ആസ്പദമാക്കി നോക്കിയാലെന്ന് ആദ്യം പറഞ്ഞു. 2ാം ഭാഗമായി സാഹിത്യത്തെയും കലയെയും പിന്നീട് വന്നിട്ടുള്ള പുരോഗതിയെയും ആസ്പദമാക്കി നോക്കിയാൽ ഈ ചിന്ത നല്ലപോലെ സമൂഹത്തിലുണ്ട്. 1937 മാത്രമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. അതുവരെ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രവേശനമുള്ള സങ്കേതമായിരുന്നില്ല ക്ഷേത്രങ്ങൾ. ക്ഷേത്രവും പരിസരങ്ങളും അതീവ വിജനങ്ങളായിരുന്നു. ഇവിടുന്ന് ഇറങ്ങി നേരെ ആ വഴിയിലേക്ക് ചെന്നാൽ ഇ വി രാമസ്വാമി നായ്ക്കരുടെയും മന്നത്ത് പപ്പനാവൻ്റെയും കേളപ്പൻ്റെയും മറ്റേ ടി കെ മാധവൻ്റെയും ഒക്കെ സംഭാവനകൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതിനകത്ത് മറ്റുള്ളവരെ കയറ്റാൻ ചെയ്ത സമരങ്ങളുടെ, ഗാന്ധിയുടെയും വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ അത്രയ്ക്ക് നീണ്ട കാലത്തല്ല. അതിൻ്റെ രചിതരേഖകളെല്ലാം അവിടെയുണ്ട്.
അങ്ങനെയാണെങ്കിൽ ക്ഷേത്രം സാമൂഹ്യ ആരാധനയുടെ കേന്ദ്രമായിരുന്നില്ല. ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ചുരുക്കം ചേർക്ക് കയറാൻ വേണ്ടി ഇന്നല്ല അന്നാണെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളെല്ലാം ഇന്നാണ് ചുരുങ്ങിയത്. ലേപാക്ഷി എന്ന ക്ഷേത്രത്തിന് 7 കോട്ടമതിലുകളും കിടങ്ങുമുള്ളതാണ്. ഏതാണ്ട് 500 ഏക്കറിൽ കൂടുതൽ ക്ഷേത്രം തന്നെയാണ്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം അതൊന്ന് ചുറ്റാൻ 1 കിലോമീറ്റർ നടക്കണം. വടക്കുന്നാഥനെ നോക്കിയാൽ അതിൽ കൂടുതലാണ്. വൈക്കത്തമ്പലം നോക്കിയാലും മോശമല്ല. അതിന്റെ വലിപ്പമൊക്കെ കുറയ്ക്കുക മാത്രമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. വീടുകൾ 2 മുറിയും 1 അടുക്കളയും ഉള്ളവയായി 2 ഏക്കറിലും 10 ഏക്കറിലും നിലകൊള്ളുമ്പോൾ ക്ഷേത്രങ്ങൾ അനേകം ഏക്കർ ഭൂമിയിൽ അനേകം ഏക്കറിൽ വിസ്തരിച്ച് കിടക്കുന്ന വലിയ എടുപ്പുകളോട് കൂടിയവയും രാജകൊട്ടാരങ്ങൾക്ക് പോലും ഇല്ലാത്ത കോട്ടമതിലോട് കൂടിയവയുമായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കിയാലും മതി. പത്മനാഭപുരം പാലസിനോ കവടിയാർ പാലസിനോ ഒന്നും കോട്ടമതിലില്ല. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അകത്തൂടെ ആള് സഞ്ചരിക്കാവുന്ന കോട്ടയുണ്ട്. ഇത്രയും വലിയ കോട്ടയും ഇത്രയും സൗകര്യങ്ങളും ഇത്രയും എടുപ്പുകളും ഒക്കെയുള്ള വിപുലമായ ക്ഷേത്രത്തിൽ സാമൂഹ്യ ആരാധനയ്ക്കിടയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് പണിതു വച്ചിരിക്കുന്ന ശില്പമാതൃക പ്രകാരം ഒരു ഗ്രാമത്തിലെ 15 പേർക്കെങ്കിലും തൊഴുതു മാറാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല. അതുകൊണ്ട് ഹൈന്ദവ ധർമ്മത്തിൽ ഈ ആരാധനാ സമ്പ്രദായം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതല്ല, 37 ശേഷമുള്ളതാണ്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അറിവിലും അന്വേഷണത്തിലും പഠനത്തിലും ശരിയാണ് എങ്കിൽ അടുത്തതിന് ഉത്തരം എനിക്കുണ്ട്. ശരിയാണെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ തട്ടിപ്പിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ അനുഭവപ്രകാരം നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ബുദ്ധിയിൽ ഇത്രയും കാര്യം ശരിയാണോ? ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സമ്പ്രദായങ്ങളെയും നിങ്ങളുടെ സമുദായങ്ങളെയും നിങ്ങളുടെ കീഴിൽ വരുന്നവരെയും നിങ്ങൾ ഇടപെടുന്നവരെയും വഞ്ചിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും അല്ലേ ഇക്കാലം അത്രയും ചെയ്തത്? അതിൻ്റെ പാപത്തിൽ നിന്ന് എങ്ങനെയാണ് സാമൂഹികമായി നിങ്ങൾ മോചനം നേടുക? ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് ഏതുതരം ആരാധനാ സമ്പ്രദായത്തിന് പോകുമ്പോഴും ഒന്നിലത് പാരമ്പര്യമായി അനേക നൂറ്റാണ്ടുകളിൽ കൊണ്ടുവന്നതാണ് എന്നോർത്ത് അത് ചെയ്യാൻ പോകുന്നു. ഇല്ലെങ്കിൽ പുതുതാണൊരെണ്ണമെങ്കിൽ അത് ശരിയാണ്, അത് ആവശ്യമാണ് എന്നറിഞ്ഞിട്ട് പോകുന്നു. രണ്ടും എനിക്ക് സമ്മതമാണ്. രണ്ടുമല്ല നിങ്ങൾ പോയ വഴി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. പാരമ്പര്യ വഴി നിങ്ങളുടെ പൂർവികർ പോയ വഴിയല്ല ഇതെന്ന് ഞാൻ പറഞ്ഞു തന്നതിനെ നിങ്ങൾക്ക് നിഷേധിക്കാനാവുന്നില്ല. നിങ്ങളുടെ എല്ലാ ബുദ്ധിയും ഉപയോഗിക്കാം. ഓരോ ഗോത്രവർഗങ്ങളുടെയും ക്ഷേത്രങ്ങളിൽ ആ ഗോത്രവർഗം മുഴുവനായി തൊഴാൻ പോയിരുന്നില്ല, ആരാധിക്കാൻ പോയിരുന്നില്ല. പ്രത്യേക ദിവസത്തെ ഉത്സവത്തിന് മാത്രമേ, ആ ഉത്സവത്തിന് ആരാധിക്കാനല്ല പോകുന്നത്, ആനന്ദിക്കാനാണ് പോകുന്നത്. ആരാധനയും ആനന്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ സാധനങ്ങളും വാങ്ങാൻ പോകുന്നു. എല്ലാ ഉത്സവ പറമ്പുകളിലും ആ നാട്ടിലെ മുഴുവൻ സാധനങ്ങളും വിൽപ്പനയ്ക്കെത്തും. പൗരാണിക കാലം മുതൽ വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, സംക്രാന്തി, കടുത്തുരുത്തി ഇവിടെയെല്ലാം ഉത്സവ വാണിഭവം തകർത്താണുണ്ടായിരുന്നത്. അതിന് പ്രാചീനതയുണ്ട്. ഉത്സവ സമയത്ത് എല്ലാവരും കൂടിയിരുന്നു എന്നുള്ളതും അവശരായവരും അകത്ത് പ്രവേശനമില്ലാത്തവർക്കും വേണ്ടി പുറത്ത് നടന്നിട്ടുള്ള ചില ചടങ്ങുകളും അകത്ത് പ്രവേശനമുള്ളവർക്ക് വേണ്ടി അകത്ത് മാത്രമുള്ള സാങ്കേതിക കലകളും നിങ്ങളിലെ ബ്രാഹ്മണർ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില സമുദായങ്ങൾ ഒഴിച്ചുള്ളവർക്ക് സാങ്കേതിക കലകൾ കാണാൻ അവസരങ്ങൾ കിട്ടിയത് 1937 ശേഷമാണ്. കഥകളി, കൂടിയാട്ടം, കൂത്ത്
ഇത്തരം കലകളൊന്നും ക്ഷേത്രത്തിന്റെ ഉപാസനാ കലകളെന്ന നിലയിൽ മതിൽക്കകത്ത് മാത്രം നടത്തിയിരുന്നതുകൊണ്ട് അകത്ത് പ്രവേശനമില്ലാത്ത ജനതയ്ക്ക് കാണാൻ പോലും അവസരമുണ്ടായിരുന്നില്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന കലകളൊക്കെ മറ്റുള്ളവയായിരുന്നു. അകത്തുള്ളവൻ പുറത്തെ കലകൾ കാണുവാനും പുറത്തുള്ളവൻ അകത്തെ കലകൾ കാണുവാനും ഇടയായപ്പോൾ വന്ന സങ്കീർണത സംസ്കൃതിക്ക് വന്ന വഴിത്തിരിവിന്റെ വലിയൊരു ലോകമാണ്. അത് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞാലും, കാരണം അതെന്റെ വിഷയം മാറും. വിഷയത്തിൽ അടുക്കോടെ നിന്നില്ലെങ്കിൽ ഇത് തീരില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അതിലും വ്യക്തമായ ധാരണകൾ എനിക്കുണ്ട്. അങ്ങനെ ആയിരുന്നുവെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുമുണ്ട്. കാരണം വൈക്കം അതിന് സാക്ഷിയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈക്കത്താണ് ദേവസ്വം കമ്മീഷണർ അനൗൺസ് ചെയ്യേണ്ടി വന്നത്, എല്ലാവരും ശാന്തരായിരിക്കണമെന്ന്. കാരണം നരസിംഹ മൂർത്തി രംഗത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാക്കു വരയ്ക്കേണ്ടാത്ത കഥകളി നടൻ ആണെന്ന് നരസിംഹമായി വേഷമിട്ടത്. അദ്ദേഹത്തിന്റെ തിരശീലയിൽ പിടിച്ചുള്ള ഗോഗുവ വന്നപ്പോഴേക്ക് പായും പുട്ടിയുമായി വന്ന് കിടന്നുറങ്ങിയിരുന്ന ജനങ്ങൾ എഴുന്നേറ്റോടാൻ തുടങ്ങിയ ഒരു സംഭവമുണ്ട്. അതിന് സാക്ഷി നിന്നത് വൈക്കമാണ്. ക്ഷേത്രപ്രവേശനം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കഥകളി. ഉറങ്ങിക്കിടക്കുന്നവരാണ് ചാടി എഴുന്നേറ്റ് ഓടിയത്. മണിക്കൂറുകൾ വേണ്ടി വന്നു അവരെ ഒന്ന് ശാന്തമാക്കാൻ. ആ സ്ഥലത്തിരുന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത് എന്നുള്ളത് യാദൃച്ഛികമാവാം. അപ്പൊ ക്ഷേത്ര കലകൾ എന്ന പേരിൽ അകത്തു കുറെ സങ്കേത കലകളുണ്ടായിരുന്നു. അവയ്ക്ക് അടുത്ത കാലത്ത് മാത്രമാണ് പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. മനസ്സിലായില്ല. ഇന്നിപ്പോ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലൊക്കെ ഈ കലകൾ പുതിയ രൂപത്തിലൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സങ്കേതങ്ങൾ മാറിയിട്ടുമുണ്ട്. ഭഗീരഥന്റെ തപസ്സും ശിവശീർഷത്തിലേക്ക് ഗംഗ വരുന്നതും ആംഗികമായി അഭിനയിച്ച് ഫലിപ്പിക്കുവാനൊരു കഥകളി നടൻ തുടങ്ങുമ്പോൾ ഓഡിയൻസിലിരിക്കുന്ന ബുദ്ധിജീവികളായ MSc-യും PhD-യും ഒക്കെയുള്ള ആളുകൾക്കൊരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലാവില്ല. വിളിച്ചിരുത്തിയോണ്ട് വന്നിരിക്കാതിരിക്കാനും പറ്റിയല്ല. മനസ്സിലായില്ല. ആധുനിക വിദ്യാഭ്യാസം വേണ്ട പോലെ ഉണ്ടെങ്കിലും മനോധർമ്മം ആടുമ്പോഴോ പാട്ടോടുകൂടി ആടുമ്പോഴോ അതെന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു ജനതയെ താൽക്കാലികമായെങ്കിലും കയ്യിലെടുക്കണമെന്ന് തോന്നുമ്പോൾ മാങ്കുളം വിഷ്ണു നമ്പൂതിരി ചുറ്റുപാടുമൊക്കെ ഒന്ന് തപ്പി നോക്കിയിട്ട് ഇത് മനസ്സിലാകാതെ വരുന്നുവെന്ന് കണ്ടിട്ട് ഇവനിരുന്ന് ഉറങ്ങുമല്ലോ എന്ന് തോന്നിയിട്ട് ഇവന്റെ കയ്യടിയും കൂടെ വാങ്ങിക്കാൻ ഓടിച്ചെന്ന് സ്റ്റേജിന്റെ മൂലയ്ക്കുള്ള പൈപ്പ് ഓൺ ചെയ്ത് വെള്ളം ഒഴുക്കി കാണിക്കുന്ന നിലയിലേക്ക് കഥകളി മാറിയിട്ടുമുണ്ട്. കാരണം ഗംഗ ഒഴുകി വരുന്നതിനായി പൈപ്പ് കാണിക്കുന്നത്, മറ്റത് മുദ്ര കൊണ്ട് കാണിച്ച് ഫലിപ്പിക്കുന്ന. മനസ്സിലായില്ല. ഒന്നാമത് കഞ്ചതളായത ലോചനയെ എന്നൊന്ന് വിളിക്കണമെങ്കിൽ തറയോളം കുനിഞ്ഞ് ചെളിയും വെള്ളവും കാണിച്ച്, ചെളിയിൽ നിന്ന് താമര വളർന്നു വരുന്നത് കാണിച്ച്, താമര പൂവിരിയുന്നത് കാണിച്ച്, ആ പൂവിന്റെ ദളം കാണിച്ച്, ആ ദളം പോലെയുള്ള അക്ഷികളോട് കൂടിയവളെ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു കല. മനസ്സിലായില്ല. അത് റിയാലിറ്റി ഷോ കാണുന്ന ലാഘവത്തോടെ കാണാനാവില്ല. അതിന്റെ സങ്കേതങ്ങളുടെ ഓരോ ഘട്ടവും ഓരോ ഇന്ദ്രിയങ്ങളിലും പ്രതിപാദിച്ച് കയറി വരേണ്ടി വരുമ്പോൾ കലയെന്നത് പറയുന്നത് പോലും മനുഷ്യന്റെ പ്രാണാശ്രിതമായ തലങ്ങളിൽ വരെ ആസ്വദിപ്പിക്കാൻ പാകത്തിനുണ്ടായ ക്ഷേത്ര ചുറ്റുപാടുകളിൽ നിന്ന് വന്ന കലയും സങ്കേതങ്ങളും സാധാരണക്കാരന്റെ ബൗദ്ധിക തലങ്ങളിൽ ആസ്വദിക്കാനോ അനുമിക്കുവാനോ കഴിയുന്നതായിരുന്നില്ല. അവയെ സാധാരണക്കാരന്റെ കലയായും സാധാരണക്കാരന്റെ ആസ്വാദനമായും സാധാരണക്കാരന്റെ ആരാധനയായും തെറ്റിദ്ധരിച്ച ഒരു ജനതയുടെ വിശ്വാസ പ്രമാണങ്ങൾ കേൾക്കുന്ന ചുരുക്കവും അതിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്കുണ്ടാകുന്ന പരാഭവവും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ജനത ജീവിതം കെട്ടിപ്പടുത്താൽ അതിനുണ്ടാകുന്ന പരാജയവും സമറ്റിക് ജീവിതത്തിന്റെ ആനന്ദം കിട്ടാത്തതായ സമറ്റിക് പാരമ്പര്യത്തിന്റെ തെറ്റായ വാഗ്ദത്ത ഭൂമി മാത്രമായിരിക്കും. വടക്കും തെക്കുമായുള്ള ഭേദം വിന്ധ്യന് തെക്കോട്ടുള്ളത് താന്ത്രിക ക്ഷേത്രങ്ങളും വിന്ധ്യന് വടക്കോട്ടുള്ള ജ്ഞാനകാന്ഡ ക്ഷേത്രങ്ങളുമാണ്. ജ്ഞാനകാന്ഡ ക്ഷേത്രം വിന്ധ്യന് വടക്കോട്ടേ ഉള്ളൂ. അല്ല, വിന്ധ്യന് വടക്കോട്ടേ ഉള്ളൂ. പ്രവേശനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഒരേ തരം ആരാധനയായിരുന്നില്ല. അല്ല, ഗർഭഗൃഹത്തിനകത്തും കയറാം, പക്ഷെ ഒരേ തരം ആരാധനയായിരുന്നില്ല.
അതിന് കാരണം അതെ, അതിന് കാരണം വിന്ധ്യന് തെക്കോട്ടുള്ളത് താന്ത്രിക ആരാധനയായിരുന്നു, വിന്ധ്യന് വടക്കോട്ടുള്ളത് സാമ്പ്രദായികമായി ജ്ഞാനകാന്ഡ ആരാധനയായിരുന്നു. പോവാം, പ്രവേശിക്കാം, അത് അനുവദിക്കുന്നുണ്ട്. അതെ, അവിടെ പ്രവേശനത്തിന് തടസ്സമില്ലാതിരുന്നത് അവിടുത്തെ രീതിവിധാനം വേറെയായിരുന്നു എന്നുള്ളതാണ്. ആ രീതിവിധാനവും ഈ രീതിവിധാനവും ഒരു മാനബിന്ദുവിലെത്തുന്നിടത്താണ് ക്ഷേത്രത്തിന്റെ ഉപഭോഗം വരുന്നത്. എപ്പോഴാണ് അവിടെ അകത്തേക്ക് പ്രവേശനം കിട്ടിയത്? എപ്പോഴാണ് ഇവിടെ അകത്തേക്ക് പ്രവേശനം കിട്ടിയത്? അല്ല, അല്ല, ഇവിടെ ഉണ്ടാകുന്ന മൂവ്മെന്റിന് മുമ്പ് തന്നെ അവിടെ ദയാനന്ദ സരസ്വതിയുടെയും അതുപോലുള്ള ഉന്നതന്മാരുടെയും മൂവ്മെന്റുകൾ നേരത്തെ തന്നെ വളരെ വിപുലമായതോടുകൂടി അവിടുത്തെ പരിണാമം ക്ഷിപ്രമായിരുന്നു. താമസിച്ചു എന്നേ അവിടെ അർത്ഥമുള്ളൂ. ക്ഷേത്രത്തിന്റെ കൽപ്പനയിലോ ക്ഷേത്രത്തിന്റെ രൂപത്തിലോ ക്ഷേത്രത്തിന്റെ ഭാവത്തിലോ വ്യത്യാസമില്ല. അതിന് മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ആക്രമണങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ വിജാതീയരും വിമതരുമായവരുടെ ആക്രമണങ്ങൾ നേരിട്ടിട്ടില്ല. പാണ്ഡ്യരാജാക്കന്മാരുടെയോ ചോള രാജാക്കന്മാരുടെയോ തിരുവിതാംകൂർ രാജാവിൻ്റെയോ ഒക്കെ ഭരണത്തോട് മറ്റു മതസ്ഥരായ ഭരണാധികാരികൾ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ നേരിട്ട ആക്രമണങ്ങൾ ഇവിടെ നേരിട്ടിട്ടില്ല. ആ ആക്രമണങ്ങളാണ് അവിടുത്തെ ജനങ്ങളെ അകത്തേക്കാക്കിയതല്ല, കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ ക്ഷേത്രം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയത്. അതാണ് നമുക്ക് ബോധ്യപ്പെടാതെ പോയത്. അകത്തേക്കായിട്ടും നമുക്ക് ബോധ്യപ്പെടാതെ പോയതും അവർക്ക് ബോധ്യപ്പെട്ടതും അതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഇരുന്നിട്ടെഴുന്നേറ്റ പോലുള്ള കൂട്ടായ്മയുള്ള ഭരണാധികാരികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പെട്ടെന്ന് ധനവാന്മാരായത്. നിങ്ങൾ ആരാധിക്കാൻ പോയവർ ഇങ്ങനെ തന്നെയായത്. നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ഭണ്ഡാകാരങ്ങളായിരുന്നു. ഒരു ക്ഷേത്രം ഉണ്ടാകുന്നതിന് പ്രാചീനമായി നിയമമുണ്ടായിരുന്നു. ഒന്ന്, നിങ്ങളുടെ രാജാക്കന്മാർക്കുൾപ്പെടെ ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് അനുമതി ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സ്വകാര്യ സ്വത്തുണ്ടായത്.